ലോകത്തിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലകളിലൊന്നിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ തീവ്ര ഭൂകമ്പങ്ങളാൽ ബാധിക്കപ്പെടാനുള്ള സാധ്യത രാജ്യത്തെ എന്നും ഭീതിയിലാഴ്ത്തുന്ന വിഷയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ജപ്പാനിൽ ലോകം കണ്ടതും ഇതിനുള്ള തെളിവുകളായിരുന്നു. ജനുവരി 1 തന്നെ ജപ്പാനിലുണ്ടായത് 150ഓളം ഭൂകമ്പങ്ങളാണ്. ജനുവരി 1 വൈകുന്നേരം 4 മണി നോട്ടോ പെനിൻസുലയിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടാകുന്നു. കുറഞ്ഞത് 48 പേരെങ്കിലും ഈ ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രാജ്യത്തെ എല്ലാ തീരങ്ങളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. പുതുവർഷത്തിന്റെ തുടക്കത്തിൽ ആഘോഷത്തിലായിരുന്നവരെ ഈ വാർത്ത പിടിച്ചു കുലുക്കി. കാരണം 2011 ജപ്പാന്റെ വടക്കൻ മേഖലയെ തകർത്ത സുനാമിയെക്കുറിച്ചുള്ള ഭയം ഇന്നും ഓരോ പൗരന്റെയും മനസ്സിൽ നിഴലിക്കുന്നുണ്ട്. മാർച്ച് 11 റിക്ടർ സ്കെയിലിൽ 9.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ജപ്പാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലുതും ലോകത്ത് ഇന്നുവരെ രേഖപ്പെടുത്തപ്പെട്ട വലിയ ഭൂകമ്പങ്ങളിൽ 7ാമത്തേതുമാണ്. ജപ്പാൻ പ്രാദേശിക സമയം ഉച്ചതിരിഞ്ഞ് 2:46 ഭൂകമ്പമുണ്ടായത്. 140 വർഷത്തിനു ശേഷം ജപ്പാനിലുണ്ടായ വലിയ ഭൂകമ്പമായും ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ഇതിന്റെ തുടർ പരമ്പരയായിരുന്നു ജപ്പാനിലുണ്ടായ ഭീകര സുനാമി തിരമാലകൾ. ഭൂകമ്പത്തെ തുടർന്നുണ്ടായ സുനാമി തിരമാലകൾ 6 മുതൽ 10 മീറ്റർ വരെ ഉയർന്നു. ഭൂകമ്പത്തിലും തുടർന്നുള്ള സുനാമിയിലും ഏകദേശം 20,000-ഓളം പേരാണ് മരണപ്പെട്ടത്. സർക്കാർ കണക്കുകൾ പ്രകാരം 2,500 പേരെ കാണാതാവുകയും ചെയ്തു. ഒരു 1,20,000-ലധികം കെട്ടിടങ്ങൾ പൂർണ്ണമായും അന്ന് തകർന്നു. ടോക്കിയോ ഇലക്ട്രിക്കിന്റെ ഫുക്കുഷിമ പ്ലാന്റിൽ ജപ്പാന്റെ ഏറ്റവും മോശമായ ആണവ ദുരന്തത്തിനും ഈ വിപത്ത് കാരണമായി. 2011 ഈ ഭൂകമ്പത്തിന് മുൻപും ശേഷവും ജപ്പാനിൽ അനവധി ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 1923 ടോക്കിയോയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 100,000-ൽ കവിഞ്ഞിട്ടുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. 1995 കോംബെ ഭൂകമ്പത്തിൽ 6,000-ലധികം ആളുകൾ മരിച്ചിരുന്നു. 2007 മാർച്ച് 25 6.9 തീവ്രത രേഖപ്പെടുത്തിയ നോട്ടോ ഹാൻഡോ ഭൂകമ്പമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നോട്ടോ ഉപദ്വീപിലുണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പം. 2016 കുമാമോട്ടോ ഭൂകമ്പത്തിൽ 200-ലധികം ആളുകൾ മരിച്ചു. ഭൂകമ്പ ഗവേഷണ പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ജപ്പാന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പറയുന്നതനുസരിച്ച് നോട്ടോ പെനിൻസുലയ്ക്ക് പുറത്ത് ഭൂമിയിൽ നിരവധി വിള്ളലുകളുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന കംപ്രഷൻ ഒന്നിനു മുകളിലേക്ക് മറ്റൊന്നായി ഭൂഗർഭപാളിയെ തള്ളും. റിവേഴ്സ് ടൈപ്പ് ഫോൾട്ട് മെക്കാനിസം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ കാരണത്താൽ 2018 മുതൽ പ്രദേശത്ത് ഭൂകമ്പ പ്രവർത്തനങ്ങൾ ഉയരുകയാണ്. ജാപ്പനീസ് സർവകലാശാലകളിലെ വിദഗ്ധരുടെ ഒരു പ്രബന്ധമനുസരിച്ച് നോട്ടോ ഉപദ്വീപിൽ 2020 നവംബർ മുതൽ 2023 ഫെബ്രുവരി വരെ ഒന്നോ അതിലധികമോ തീവ്രതയുള്ള ഭൂകമ്പങ്ങളും 10,000-ലധികം ചെറിയ ഭൂകമ്പങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജപ്പാൻ ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു സ്ഥിര സാന്നിധ്യ മേഖലയായതിനാൽ ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിക്ക് 2007 മുതൽ മുൻകൂർ ഭൂകമ്പ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനവും പ്രവർത്തിക്കുന്നുണ്ട്. എർത്ത്ക്വേക്ക് ഏർലി വാർണിംഗ് അഥവാ EEW എന്നാണ് ഇതറിയപ്പെടുന്നത്. എന്നാൽ 2018 2020 ഉൾപ്പെടെ തെറ്റായ അലാറങ്ങൾ EEW സിസ്റ്റത്തിൽ നിന്നുമുണ്ടായി. കൂടാതെ ജാപ്പനീസ് നിവാസികളുടെ സ്മാർട്ട് ഫോണുകളിലൂടെയും വലിയ ഭൂകമ്പമുണ്ടാകുന്ന സമയങ്ങളിൽ മുന്നറിയിപ്പ് കിട്ടും. ഫോണുകളിൽ നിന്ന് വരുന്ന ഉച്ചത്തിലുള്ള അലേർട്ടുകൾ വഴിയാണ് ഇത് സാധ്യമാവുക. ഒപ്പം ദേശീയ ബ്രോഡ്കാസ്റ്ററായ NHK വഴിയും മറ്റ് TV സ്റ്റേഷനുകളിൽ നിന്നും ഇവർക്ക് മുന്നറിയിപ്പുകൾ ലഭിക്കാറുണ്ട്.